ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഏഞ്ചൽസ് ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാ ഫ്ലവറിംഗ് പ്ലാന്റ്സിനും നമുക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ ടിപ്സാണിത് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ചെടികളെയൊക്കെ നമുക്ക് പുഷ്പിച്ച് നിർത്താവുന്ന നല്ലൊരു ടിപ്സാണിത്. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ടിപ്സാണിത് കേട്ടോ. നമ്മുടെ വീട്ടില് ചോറ് വെക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലല്ലോ. നമ്മൾ ഈ ചോറ് വെച്ചിട്ടുണ്ടാവുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. തലേ ദിവസം നമ്മൾ കഞ്ഞി വെച്ച് വാർത്ത കഞ്ഞിവെള്ളം എടുത്ത് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ നമുക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കഞ്ഞിവെള്ളം തന്നെ നമുക്ക് പുളിപ്പിച്ചിട്ട് നമുക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിക്കാവുന്നതാണ്. എപ്പോഴും ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ കഞ്ഞിവെള്ളമാണെങ്കിലും അല്ല നമ്മൾ വേറെ എന്ത് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിലും പച്ചക്കറിയുടെ വേസ്റ്റ് നമ്മൾ ഒക്കെ പുളിപ്പിച്ചിട്ട് നമ്മൾ ഒഴിക്കാറുണ്ട്. അതെല്ലാം നമ്മൾ 3 ഇരട്ടി വെള്ളം ഒഴിച്ച് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യേണ്ടതാണ്. അപ്പം നമ്മുടെ ചെടിക്ക് യാതൊരു കോട്ടവും സംഭവിക്കുകയില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന പച്ചക്കറികളെല്ലാം അതുപോലെ മുട്ടയുടെ തോടും അതുപോലെ ചായയുടെ ചണ്ടിയും ഒക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഈസ്റ്റും കൂടി ഇട്ട് നമുക്ക് അടച്ചു വെക്കാവുന്നതാണ്. നല്ലൊരു ടൈറ്റായിട്ട് അടച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നമ്മളതൊന്ന് തുറന്നു നോക്കുക. അപ്പം നമുക്ക് അതിൽ നിന്ന് കാണാൻ കഴിയും, അതിൽ നിന്ന് ഒരു സ്ലറി ഊറി വരുന്നതായിട്ട് കാണും. ആ സ്ലറി എടുത്തിട്ട് നമ്മൾ 3 ഇരട്ടി വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെടിയുടെ ചുവടുകളിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ പഴത്തൊലി അത് ഒന്നുകിൽ മിക്സിയിലിട്ട് അടിച്ചിട്ട് അത് വെള്ളം ചേർത്ത് നമുക്ക് ചെടിയുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പഴത്തൊലി ഡയറക്റ്റ് ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് വെള്ളം ചേർത്ത് പിന്നെ നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു ടിപ്സ് വരുന്നത്, നമ്മുടെ വീട്ടിലുള്ള മീനൊക്കെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതും ഇതുപോലെ നമുക്ക് ഒരു ഡപ്പിയിൽ ഇട്ടിട്ട് നമ്മുടെ വെള്ളം ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് അടച്ചു വെക്കുക. അതും ഫ്ലവർ ഉണ്ടാവാനായിട്ട് നല്ല ഉപകാരമുള്ള ഒരു ഇതാണ്. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ചെടികളുടെ ചുവട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് പൂക്കൾ ഉണ്ടാകും. അസേലിയൊക്കെ എന്നും പൂക്കൾ തരും നിങ്ങൾക്ക്. അപ്പം നിങ്ങൾക്ക് ഈ ഉപകാരപ്രദമായ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.